വലിയ മുടിയുടെയും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അലങ്കരിച്ച കളിക്കാരിൽ ഒരാളുടെയും പേരിൽ പ്രശസ്തനായ റയൽ മാഡ്രിഡ് ഇതിഹാസം മാർസലോ വ്യാഴാഴ്ച 36-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കളിക്കാരൻ എന്ന നിലയിൽ എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ ഫുട്ബോളിന് ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാത്തിനും നന്ദി. ബ്രസീലിയൻ താരം ത്രെഡ്സിലെ ഒരു വീഡിയോയിൽ പങ്കുവെക്കുകയായിരുന്നു. ആക്രമണത്തിൽ മികവ് പുലർത്തിയ ഡിഫൻഡറായ മാർസലോ 2007-2022 വരെ മാഡ്രിഡിൽ കളിച്ചതിനും 2023-24 വരെ ബാല്യകാല ബ്രസീലിയൻ ക്ലബ്ബ് ഫ്യൂമൻസിലേക്കുള്ള തിരിച്ചുവരവിനും നന്ദി. സോക്കർ ചരിത്രത്തിലെ ഏറ്റവും ട്രോഫി നിറഞ്ഞ കരിയറുകളിൽ ഒന്നായിരുന്നു അത്. 2014-ലും 2018-ലും ലോകകപ്പിനായി ബ്രസീലിന് വേണ്ടി കളിച്ച അദ്ദേഹം ഒളിമ്പിക് മെഡലുകളായ വെങ്കലവും വെള്ളിയും നേടിയിട്ടുണ്ട്. മാഡ്രിഡിൽ അദ്ദേഹം 5 തവണ ചാമ്പ്യൻസ് ലീഗും 6 തവണ സ്പാനിഷ് ലീഗും ആകെ 25 കിരീടങ്ങളും നേടി. മാഡ്രിഡ് ആരാധകരും തങ്ങളുടെ എക്കാലത്ത് മികച്ച ലെഫ്റ്റ് ബാക്കിനെ അങ്ങനെ ഒന്നും മറക്കില്ല. ഞങ്ങൾ മാഡ്രിഡ് ആരാധകർക്ക് അദ്ദേഹം എന്നും പ്രിയപ്പെട്ടവനാണ്. മാർസലോ റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ ഭാഗമാണ്. ഞങ്ങളുടെ ക്ലബിന്റെ ലോക ഫുട്ബോളിന്റെ മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളാണ് അദ്ദേഹം, മാഡ്രിഡ് പറഞ്ഞു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടതുവശത്ത് സൃഷ്ടിച്ച ഇടങ്ങളിൽ ആക്രമണത്തിൽ പങ്കുചേരുന്നതിൽ മികവ് പുലർത്തി മാഡ്രിഡിനെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. റൊണാൾഡോ തന്റെ പഴയ സഹതാരത്തെ ആദരിച്ചുകൊണ്ട് സഹോദരൻ എന്നാണ് വിളിച്ചത്. എന്റെ സഹോദര, എന്തൊരു അവിശ്വസനീയമായ കരിയർ, റൊണാൾഡോ ത്രെഡ്സിൽ എഴുതി. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. വർഷങ്ങളുടെ നേട്ടങ്ങളും വിജയങ്ങളും മറക്കാനാവാത്ത നിമിഷങ്ങളും ഉണ്ടായിരുന്നു. ഒരു സഹതാരത്തെക്കാൾ കൂടുതൽ നീ എന്റെ ജീവിതത്തിലെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്. എല്ലാത്തിനും നന്ദി സുഹൃത്തെ. ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. 16 സീസണുകളിലായി 546 മത്സരങ്ങളിൽ പങ്കെടുത്ത മാർസലോ തന്റെ 5ാമത്തെ യൂറോപ്യൻ കപ്പ് ഉയർത്തിയ ശേഷം 2022-ൽ വെള്ളക്കാർ മാത്രമുള്ള ടീമിൽ നിന്ന് പുറത്തുപോയി. ആ സമയത്ത് ക്ലബ്ബ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം 26 തവണ വീതം ലൂക്ക മാഡ്രിച്ചും നാച്ചോ ഫെർണാണ്ടോസും അദ്ദേഹത്തെ മറികടന്നു. ഗ്രീസിൽ ഒളിമ്പിയാക്കോസിനൊപ്പം ഒരു ചെറിയ കാലയളവിന് ശേഷം മാർസലോ ഫ്യൂമിൻസിലേക്ക് മടങ്ങി. അവിടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. കോപ്പ ലിബർട്ടാഡോറസ് കിരീടവും അദ്ദേഹം നേടിയിട്ടുണ്ട്.